Hello everyone, welcome to EdClick Classrooms. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലെ കണ്ടന്റ് കാണാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊപ്പം കൂടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലത്തുള്ള പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഒരേ സമയം മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. ആരാണ്? ലോഡ് ബാലൻസിങ് അല്ലേ. എന്താണ് ലോഡ് ബാലൻസിങ് നോക്കാം. അതായത് ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകമിങ് ട്രാഫിക്, അതായത് ഒരു ട്രാഫിക് പോലീസ് പോലെയാണ് നമ്മളെ ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാട്ടോ. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി, നമ്മളെ രാജ്യത്തുള്ള ആളുകൾ ഒരേ സമയം ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു. ആ സമയത്ത് നമ്മൾ ആ ലോഡ് ബാലൻസറിലേക്ക് എത്തുന്നു. അത് നമ്മൾ ആ ഒരു സ്റ്റോപ്പിലേക്ക് എത്തുന്നു. അവിടുന്ന് നമ്മൾ ആ പോലീസ് വരും, ആ സമയത്ത് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. നമുക്ക് ട്രാഫിക് പോലീസ് എങ്ങനെയാണ് നിയമം കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെർവറുകൾ, അതായത് ലോഡ് ബാലൻസർ നോക്കും ഏത് സെർവറിലാണ് ഇപ്പോൾ ഓവർലോഡ് അല്ലാത്ത സെർവറുകൾ ഏതൊക്കെയാണ്, ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി സെർവർ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ലോഡ് ബാലൻസർ ശരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്താണ് റൗണ്ട് റോബിൻ അല്ലെ, ഈക്വൽ റൊട്ടേഷൻ മെത്തേഡ്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു യൂസർ റിക്വസ്റ്റ് അയച്ചു, അയാളെ സെർവർ 1ലേക്ക് കൊടുത്തു. രണ്ടാമത്തെ യൂസർ റിക്വസ്റ്റ് അയച്ചു, അയാളെ സെർവർ 2ലേക്ക് കൊടുത്തു. മൂന്നാമത്തെ യൂസർ റിക്വസ്റ്റ് അയച്ചു, അയാളെ സെർവർ 3ലേക്ക് കൊടുത്തു. നാലാമത്തെ യൂസർ റിക്വസ്റ്റ് അയക്കുമ്പോൾ അയാളെ സെർവർ 1ലേക്ക് കൊടുക്കുന്നു. അഞ്ചാമത്തേന് സെർവർ 2ലേക്ക് കൊടുക്കുന്നു. ആറാമത്തേന് സെർവർ 3ലേക്ക് കൊടുക്കുന്നു. അതായത് ഈക്വലി എല്ലാ സെർവറുകളിലേക്കും മാനേജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് റൗണ്ട് റോബിൻ എന്ന് പറയുന്നത്. എല്ലാ സെർവറിലേക്കും ഈക്വൽ ആയിട്ടുള്ള യൂസേഴ്സിനെ കൊടുത്ത് മാനേജ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് ലീസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ സെർവറിൽ 10 കണക്ഷൻ ആണുള്ളത്, അല്ലെങ്കിൽ 10 യൂസേഴ്സ് ആണുള്ളത്. രണ്ടാമത്തെ സെർവറിൽ 3 യൂസർ ആണുള്ളത്. നാലാമത്തെ സെർവറിൽ 5 യൂസർ ആണുള്ളത്. ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏതാ നിങ്ങൾക്കറിയാം? മൂന്നാമത്തെ, അതായത് മീൻസ് രണ്ടാമത്തെ സെർവർ. അതായത് 3 കണക്ഷൻ ഉള്ള സെർവർ ഉണ്ട്. അപ്പൊ ആ പുതിയ വരുന്ന റിക്വസ്റ്റിനെ അതിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അവിടെ ആ 10ലേക്ക് കൊടുക്കുന്നില്ല. കാരണം എന്താ, അവിടെ ഏറ്റവും കുറവ് എന്താണ്, നമ്മുടെ സെർവർ 2ൽ അവിടെ വേക്കൻസി ഉള്ളത് കൊണ്ട് അതിലേക്ക് കൊടുക്കും, ഓവർലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, മൂന്നാമത് IP ഹാഷ് ആണ്. അതായത് ഇന്നൊരു IP ഉണ്ടാവും അല്ലെ, ആ ക്ലയന്റ് അഡ്രസ്സിന് ഒരു IP അഡ്രസ് ഉണ്ടാവും. ആ IP അഡ്രസ് ഇന്ന സെർവറിലേക്ക് പോകുള്ളൂ എന്നുള്ള വെച്ചിട്ടുണ്ടാവും, അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ IP അഡ്രസ്സിൽ വരുന്ന ആളെ ആ സെർവർ 1ലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന IP അഡ്രസ് വന്ന ആളെ സെർവർ 2ലേക്കാണ് പോകേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ IP ഹാഷ്. ആ അൽഗോരിതത്തിനാണ് നമ്മൾ IP ഹാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഡ് ബാലൻസർ ശരിക്കും ട്രാഫിക് മാത്രമല്ല ഹാൻഡിൽ ചെയ്യുന്നത്, സെക്യൂരിറ്റി കൂടി ഉണ്ട്. അതായത് SSL ടെർമിനേഷൻ, ഫെയിലോവർ മാനേജ്മെന്റ്, ഹെൽത്ത് ചെക്ക്, DDoS പ്രൊട്ടക്ഷൻ, റേറ്റ് ലിമിറ്റ്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഒരു സെർവർ ഡൗൺ ആയാലും ഹെൽത്തി സെർവറുകളിലേക്ക് ഈ ലോഡ് ബാലൻസർ നമ്മളെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എത്തിക്കും. അതായത് അതുകൊണ്ടാണ് ഒരു 99.99% ഇതിന് അപ് ടൈം കിട്ടാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വെറും ഒരു സെർവറിലേക്ക് മാത്രമല്ല, ഡയറക്റ്റ് സെർവറിലേക്കല്ല നിങ്ങൾ പോകുന്നത്. അത് ലോഡ് ബാലൻസർ പോയിട്ട് ലോഡ് ബാലൻസർ നോക്കും അത് എവിടെയൊക്കെ പോകണം, എവിടേക്ക് എത്തണം. ഞാൻ പറഞ്ഞ നമ്മൾ അൽഗോരിതം വെച്ച് നോക്കും അല്ലെ, റൗണ്ട് റോബിന്, ലീസ്റ്റ് കണക്ഷൻ, അതുപോലെ തന്നെ IP ഹാഷുള്ള അൽഗോരിതം വെച്ച് നോക്കിയിട്ട് അതിന് തക്കതായിട്ടുള്ള സെർവറിലേക്ക് നമുക്ക് എത്തിക്കും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത്. ഓക്കെ, നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫീഡുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ലോഡ് ബാലൻസർ എന്നുള്ള ആളുകൊണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്കതൊരു സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെയാണ് നമ്മളെ ക്ലൗഡ് നമ്മളെ മില്യൺസ് ഓഫ് യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് വിത്തൗട്ട് ക്രാഷിങ്. ക്രാഷ് ഒന്നും പറ്റാതെ ക്ലൗഡ് നമ്മളെ മില്യൺസ് ഓഫ് യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇതിലൂടെയാണ്. എന്ത്? ലോഡ് ബാലൻസറിലൂടെ. അതായത് ലോഡ് ബാലൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട്ടെല്ല് തന്നെയാണ്. ലോഡ് ബാലൻസർ ഈസ് ദ ബാക്ക് ബോൺ. ഓക്കെ, സോ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള നോളജ് കണ്ടന്റ്സിനൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.